നോക്കുവിൻ സഖാക്കളെ നമ്മൾ വന്ന വീതിയിൽ ആയിരങ്ങൾ ചോര കൊണ്ടെഴുതി വച്ച വാക്കുകൾ. ഞാൻ ഗോൾഡനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ വെരി ആംഗ്രി, ഫോൺ ഹാങ് അപ്പ് ചെയ്തു, ആകെ പ്രശ്നമാണ്. കൂർക്ക പറിച്ചു കഴിഞ്ഞിട്ട് കൂർക്ക പറമ്പിൽ രണ്ട് എളി നളി നിൽക്കണ പോലെ കേട്ടാ കുട്ടിയുടെ തല. വായോ നല്ല രസമുണ്ട് ഇങ്ങനെ വരുന്ന സീൻ ആദ്യമായിട്ട് ഷൂട്ട് ചെയ്യുന്നത്. പണ്ട് പാമ്പാട്ടി ഇങ്ങനെ ഇരിക്കും, കണ്ടിട്ടുണ്ടാ പാമ്പാട്ടി മകുടി ഊതിയിട്ട്. ഞങ്ങളുടെ ജോർജ് മാഷ് ഉണ്ട്, ഇങ്ങനെ നടക്കുക. കയ്യിൽ പിന്നിൽ കെട്ടിയിട്ട് ഇങ്ങനെ ജോർജ് മാഷ് തല്ലും. ഹലോ, ഇവരാണ് നമ്മളെ വിസിറ്റ് ചെയ്യാൻ ഓൾ ദ വേ ഫ്രം ഓസ്ട്രേലിയ. ചെല്ലത്തായവൾ കണ്ണൻ എന്താ ഓർക്കാം സൗണ്ട് കേട്ട് ആരും എണീക്കുന്നില്ലല്ലോ. അമ്മ ഐ തിങ്ക് യു എക്സാക്ട്ലി ലുക്ക് ലൈക്ക് യസ്മാൻ ഏറ. ഏറെ കമ്മ്യൂണിസ്റ്റാട്ടാ. ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനായിൽ നൂറു പൂക്കളായി പൊലിക്കവേ. നോക്കുവിൻ സഖാക്കളെ നമ്മൾ വന്ന വീതിയിൽ ആയിരങ്ങൾ ചോര കൊണ്ടെഴുതി വച്ച വാക്കുകൾ. ഏർമാ ചെകുവരുടെ പോലെ മറ്റേ സാധനമൊക്കെ വലിച്ചിട്ട് കിടക്കണേട്ടാ. നല്ല ഉറക്കാണല്ലോ. ഇത് ആരും രണ്ടുപേരും എണീക്കുന്നില്ലല്ലോ. യസ്മയുടെ കൈമ മറ്റേ ചെറുതായിട്ട് പൾസ് വരുന്നുണ്ട്. ചന്ദ്രലേഖയിലെ പാട്ട് എന്താ പാട്ട് ഞാൻ പുറത്ത് പോയി ചന്ദ്രലേഖയിൽ പോലെ കുഞ്ഞാപ്രൻസ്. എങ്ങനെയുണ്ട് അസുഖം? എങ്ങനെയുണ്ട്? കുറവുണ്ടോ? ഓക്കെ ആണോ? ബെറ്ററാണോ? ഓണസ്റ്റ്? ഇന്നലത്തേനും കുറവുണ്ടോ? ഇന്ന് ജോലിക്ക് പോകണ്ടോ? 7:15 ഓ ഇതൊന്നും ഓക്കെ. പിങ്ങപ്പാ ശരിയാ. എന്നാലും കിടക്കുമ്പോൾ ലേറ്റ് ആയല്ലോ അല്ലേ? നോക്കെ ദാറ്റ്സ് നാളെ ഉറങ്ങിയോട്ടെ. അവളെ പറഞ്ഞേക്കണ്ടെന്ന്. ഈ രണ്ടെണ്ണത്തിന് വെറുതെ ലീവിൽ ഉറങ്ങണേ. ടയർഡാണ്, കുറച്ച് ടൈമിൽ ഉറങ്ങിയിട്ടില്ല. ഡമ്മിതാ നാളേക്ക് ഡമ്മി കയ്യല്ലടോ. താങ്ക് യു. അതെടുത്ത് കുടിക്കണ്ടാ കുഞ്ഞാ നീയേ. ഡമ്മി താങ്ക് യു, ഗുഡ് ഗേൾ. ഡമ്മി പ്ലീസ് യെസ് മൈ. ഓക്കെ ഷേക്ക് ഹാൻഡ്. എല്ലാവരും ഇന്ന് രാവിലെ ഷേക്ക് ഹാൻഡ് തരുന്നുണ്ടല്ലോ. ഡമ്മി പ്ലീസ്. ദേ താങ്ക് യു. ഏത് ഗുഡ് ഗേൾ ഡാട്ടില്ലേ. ചുമു ആണോ? അമ്മേനെ വിളിച്ചോ. അമ്മേനെ വിളിച്ചോ. അമ്മ ഉമ്മ. കണ്ടേ അമ്മേനെ ഉമ്മ. ഞാൻ അമ്മേനെ വിളിച്ചേ, അമ്മോട് വരാൻ പറഞ്ഞേ. അമ്മേനെ വിളിക്ക. ഇപ്പൊ ഇവൾക്ക് മനസ്സിലായിക്കോട്ടെ. അവള് ഉമ്മാരെ അമ്മ എന്ന് പറഞ്ഞപ്പോ അമ്മേനെ വിളിച്ചേ. ഇപ്പൊ ഇങ്ങോട്ട് ആടാന്നാ വിളിക്ക കൂടുതൽ. ഇവര് രണ്ടുപേരും അമ്മ എന്നാ വിളിക്കുന്ന. മമ്മിയാ? മമ്മിയാണ് വിളിച്ചേ. മമ്മേനെ വിളിച്ചേ. മാ ഓർക്കം വേണ്ടേ? വിളിച്ചേ മാ എന്ന് വിളിച്ചേ. പീക്കബൂ മമ്മ പിങ്ങു എന്നെ വിളിച്ചേ. വിളിക്കണ്ട, പിങ്ങു സ്കൂളിൽ പോകണില്ല എന്ന് പറഞ്ഞു. ദാറ്റ്സ് ഓക്കെ. അവൾ ഉറങ്ങിയോട്ടെ. ഷീസ് ഓൾറൈറ്റ്. ഇച്ചിരി വരെ ഉറങ്ങട്ടെന്നാ. ഞാൻ ഇനി 10 മണിക്ക് അവിടെ സ്കൂളിൽ കൊണ്ട് വിടണം കേട്ടാ. ആരെ വിളി വിട്ടെ? 5 ചേച്ചിയുടെ മോന്ത എനിക്ക് ടുസ്ക. പിങ്ങപ്രാ നീ സ്കൂളിൽ പോണ്ടാ? പോപ്പി ഇന്ന് നമ്മൾ വീടിൻ്റെ ഈ സൈഡിലേക്ക് മാറി ക്ലോക്കിൻ്റെ താഴെ ഇരുന്നിട്ടാട്ടോ വീഡിയോ എടുക്കണം. നല്ല ആംഗിളാട്ടോ, കുഴപ്പമില്ല. മാഡം മറ്റേ കുരങ്ങ് കലൻ്റെ മുകളിൽ കയറിയിരിക്കുന്ന പോലെ കയറിയിരിക്കുന്നുണ്ടാ. അവൾ എന്തെങ്കിലും എടുത്താ അപ്പോൾ അതെടുത്തിട്ട് വലിക്കണം. ആ കുട്ടിയുടെ പോലെ അടക്കമൊതുക്കം ഒന്നുമില്ല. ഇതിന് ഞങ്ങൾ ചെളുക്കാന്ന് പറയാം. ചെളുക്കാന്ന് പറയും ഇവിടെ തൃശ്ശൂർക്കാർ. തെളുക്ക അതിനറിയാം. കൊത്തി വളരെ ഫൈറ്ററാണ് ഇത്. വലുതാകുമ്പോൾ ഫൈറ്റർ ഇതാവും. അറിയാം, പല്ല് വെച്ച് കടിക്കണത് അറിയാം. പല്ല് കണ്ട കടിക്കുന്നില്ല, ആൾക്കറിയാം വേദനിക്കുന്നത്. അപ്പം ഇങ്ങനെ ആക്ഷൻ കാണിച്ചിട്ട് ഇടയിൽ ഈ പല്ലിൻ്റെ ഇടയിലിട്ട് കടിക്കും.
ഇത് മറ്റേ ഇതിനെ ആ സെബസ്റ്റ്യൻ വർഗീസ് പുണ്യാളനെ കൊണ്ട് ഒന്ന് എന്തെങ്കിലും ചെയ്യുന്നുണ്ട് കൊള്ളയിൽ നാവ് പുറത്തേക്ക് ഇട്ട് കാണിക്കേണ്ടത് ഏത് സമയം കടാ വെമ്പാലയുടെ കുട്ടിയത് വെമ്പാല നല്ല കുട്ടിയാട്ടാ രാജബാല ബാലരാജ ശരിയാ ബാലരാജ. അതിന് മുടി കെട്ടാനൊക്കെ കുറെ ചിരിക്കാൻ പഠിച്ചു അതിപ്പോ ഇല്ലേ ഇവളുടെ പറയല്ല തല തിരിച്ചു ബൂം പാങ് റിക്ക എനക്ക് താമക്ക ബൂം പാങ് റിക്ക 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 അവിടെ ഇരിക്കണം മോനെ. അപ്പൊ നല്ല മുടി കെട്ടിയ അമ്മ. ദാറ്റ്സ് എ നൈസ് ഹെയർ കട്ടാടാ. ഗുഡ് വൺ. പക്ഷെ ഇന്ന് കുറച്ച് ടൈഡി ആയി തുടങ്ങി മുടി. നീ വെട്ടണ്ട കേട്ടേ. പക്ഷെ നീ ഇട്ടിട്ട് നിന്റെ ഈ ചാല് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുട്ടാ. പണ്ട് ഞാനും എൻ്റെ അനിയനും കൂട്ടിയിട്ട് തേവാൻ പോവും. നമ്മുടെ അവിടെ തേവില്ലേ രാവിലെ എന്നിട്ട് പാവം ഈ വാസ് വെരി യങ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എൻ്റെ അമ്മ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു തേവാൻ അല്ല നമ്മളെ തെങ്ങിലേക്ക് തെങ്ങിന് വെള്ളം കപ്പല് കൊണ്ട് ഒഴിക്കല്ല. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട്? ഇവളതാ കണ്ടിട്ടുള്ള വയനാട്ടില് കാപ്പി കൃഷിയുടെ ഇടയില് അമ്മയും പണിക്കാരും പണിയെടുക്കണ അല്ലാണ്ട് ഇത് ഈ മുതൽ അവിടെ ഒന്നും ചെയ്തിട്ടില്ലേ. ഇവിടെ അങ്ങനെയല്ല. കിണറ്റിന്ന് വലിയ പമ്പ് സെറ്റ് വെച്ചിട്ട് വെള്ളം അടിക്കും. വെള്ളം അടിക്കുന്നത് ഒരു ചാലിൽ കൂടെ വരും. ആ ചാലിന്റെ സൈഡിൽ ഇങ്ങനെ മണ്ണ് നമ്മൾ കക്കോട്ടുകൊണ്ട് തേവിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം ആക്കണതാ പറഞ്ഞേ. ഞങ്ങളുടെ അവിടെ തേവാന്ന് പറഞ്ഞാലേ കുളവും കിണറൊക്കെ എം ടി ആക്ക. അതല്ല ഞാൻ പറഞ്ഞു. അതെനിക്ക് മനസ്സിലായി. നീ ഇങ്ങനെ ആക്കണമെന്ന് പറഞ്ഞു തന്നിട്ട് അത് ഇങ്ങനെയല്ലേ വെള്ളം കോരി ഒഴിക്കണേ. ഈ സൗണ്ട് എവിടെയോ കണ്ടിട്ടുണ്ട്. ടിഷ് 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 അല്ലേ ഇത്. അപ്പോ ഞാൻ ഉടായിപ്പനാ. പുള്ളി നമ്മുടെ കസിൻ ഇത് വൃത്തിക്ക് ചെയ്യും. അപ്പൊ ഞാൻ വെട്ടുമ്പോ ഇതുപോലെയാ. എൻ്റെ അമ്മാമ്മ നീ വെട്ടണ്ട, നീ മാറി, നിന്നെ കൊണ്ട് പണിയെടുക്കാൻ പറ്റത്തുണ്ട്, നീ അവിടെ സൈഡിൽ മാറി നിന്ന് അമ്മാമ്മ പറയും. അമ്മാമ്മയാണ് ഞങ്ങൾ തന്നെ രണ്ടുപേരെയും കൊണ്ട് എല്ലാ ദിവസവും പണിക്ക് കൊണ്ടുപോവുക. സ്റ്റിൽ റിമെമ്പർ ഓൾ ദോസ് സ്റ്റഫ് യുനോ. ബാക്ക് ഇൻ ദ ഡേയ്സ് ഐ ഡോണ്ട് നോ. പശുവിനെ കെട്ടാൻ കൊണ്ടുപോകുന്നതൊക്കെ ഓർമ്മയുണ്ട്. ദാറ്റ്സ് എ ഗുഡ് എക്സ്പീരിയൻസ്. പക്ഷേ നവ ഡേയ്സിന് കിഡ്സിനെ ആക്ച്വലി മിസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ഞാനത് പണ്ട് പുള്ളിക്കാരി തേവാൻ വിളിക്കുമ്പോൾ ഈ തള്ളപ്പം വിളിക്കുന്നു ഇല്ല ചെയ്യും വണ്ടി കൊണ്ടുവരും അട്ടിക്കാനായിട്ട്. ഈ തള്ള വരുന്നുണ്ട്. ഞങ്ങളൊക്കെ 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ അവൻ വന്നിട്ട് ശനിയാഴ്ചയൊക്കെ വന്നിട്ട് കുളം തേവി പോവും. ഐ മീൻ ഇങ്ങനെ തേവാൻ പറയും. എന്നെ വിളിക്കില്ല അമ്മ, ഞാൻ വരില്ല എന്ന് അറിയാം പുള്ളിക്കാരി. ഓ മൈ ഗോഷ്. Still remember all those little memories, you know. Share your memories. ഞാൻ കമൻറ്റിൽ നല്ല സൂപ്പർ മെമ്മറീസ് ഉണ്ട് വെച്ചെങ്കിൽ ഐ ക്യാൻ റീഡ് ഇറ്റ് ഔട്ട് അല്ലേ. കഴിഞ്ഞാ എന്ന് പുള്ളീനെ രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് ഏറേനെ കാണുമ്പോൾ അവൻ്റെ മുഖം ഓർമ്മ വരും എപ്പോഴും. ഞാൻ ഏറേനെ കാണുമ്പോൾ അവൻ്റെ മുഖമാണ് എനിക്ക് ഓർമ്മ വരും എപ്പോഴും. എന്തോ ഒരു ചെറിയൊരു ചായ ഉണ്ട് എന്ന് തോന്നും. അപ്പോൾ ഇന്ന് രാവിലെ പുള്ളീനെ ആലോചിച്ച് തുടങ്ങിയ കാരണമാണെന്ന് വീണ്ടും ആ സാധനം റിപ്പീറ്റ് ആയിട്ട് പോകുന്നു അല്ലേ റമ്മ. ഞാൻ ഇപ്പോൾ ഇടയ്ക്ക് അവൻ്റെ പേര് വിളിക്കുകയുള്ളൂ തന്നെ അല്ലേ. ആരെയാ എന്തിപ്പോ ഇത്ര ഒതുങ്ങിയിരിക്കണേ ഉള്ളേ. എന്തോ ആലോചിച്ച ഒന്നും ഇപ്പോൾ തൊടണില്ല. ഇവളിവിടെ ഇങ്ങനെ കളിക്കുന്നത് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുക. എന്താ പറ്റിയ ഉണ്ണിയെ? എന്താ പറ്റിയേ? എനിക്ക് നീ എങ്ങനെ ഇരിക്കുന്ന സങ്കടം പെട്ടത്. ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ സങ്കടം മാറി. 3, 2, 1 ഗോ. ഹലോ, അവിടെ ഇരുന്നു റെഡി ആവണില്ലേ കുട്ടി? ഡാഡരെ എന്തൊക്കെ പറഞ്ഞാലും ഫസ്റ്റ് ബേബി ആണ് കേട്ടോ നീയേ. നീ ഡാഡരെ ചക്കരയാണ്. പിടക്കാണ് സ്വഭാവം എങ്കിലും ഡാഡയ്ക്ക് ഇഷ്ടമാണ് കുട്ടീനെ കേട്ടാ. ഓക്കെ കേട്ടാ കേട്ടാ. ഗുഡ് ഗേളാണ് ഡാഡ കേട്ടാ. അത് നീയാ കാണിക്കണ്ടേ, ഞാനല്ല. ഈ പറഞ്ഞ പോലെ ചെറുക്കാൻ നമ്പർ 2 ആവുക. ചെറുക്കാൻ നമ്പർ 1 നീയേ, ചെറുക്കാൻ നമ്പർ 2, ചെറുക്കാൻ നമ്പർ 3. Yeah, so we got 3 chelkas. Actually, 4 chelkas. 1, 2, 3, 4. നീ ചെൽക്കയിലും ഇല്ലേ, നീ വയനാട് വേറെ ഇതാ. ഹൈ, നീ സെപ്പറേറ്റ്. ഞങ്ങൾ 4 നമ്മുടെ ഒരേ ബ്ലഡ് ഇതാവുന്നുണ്ട്.
നമ്മൾ തൃശ്ശൂർക്കാരനെ മാത്രമേ ചേൾക്കാസിൽ പെടുത്തുള്ളൂ. ഓക്കെ, ഞങ്ങൾ റീജിയണലിസം റേസിസം ഒക്കെ ഉള്ളവരാ. പിന്നെ അല്ല എന്താ, ദിസ് ഇസ് എ ഹ്യൂമൻ ഇൻസ്റ്റിങ്. റേസിസം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതുവരെ തന്നെ വലുതായി വന്നത്. ഇറ്റ്സ് എ ബ്ലഡി റേസിസം. ഫൺ മോഡാ, സോറി ആണ്. അമ്മയാണോ അപ്ഗ്രേഡ് ചെയ്തെന്ന്? ദാറ്റ്സ് നൈസ്. ദാറ്റ്സ് കൂൾ. തിക്ക് മുടി കഴിഞ്ഞു കേട്ടോ പിങ്ങപ്പൻ്റെ. That's your lunch tomorrow? Yeah, and today. Today? Today. Oh, okay, good. KFC. ഏറമിക്കുന്നത് ഭയങ്കര ഹംഗ്രി ആണോ? ആണോ ഏറമ്മ? ബ്രേക്ക്ഫാസ്റ്റ് സ്മൈനോ ഹംഗ്രി അല്ലേ? ഇതെന്തൊരു കാര്യമാണ്? ഇത് എവിടുന്നത്? ഹൈ ഹൈ ഹൈ, വാട്ട് ഈസ് ദിസ്? ഷിക്കോടെ ബീഫ് ടങ്കിൻ്റെ പീസ്. ഇത് എവിടെയാണ് നിലത്ത് വീണ്? ഇഫ് യു വാണ്ട് ബീഫ് ടങ്ക് ടെൽ മീ. ഇന്നലെ എവിടെയാണ് നിലത്ത് വീണ്? ആരൊക്കെ? അതെ, അതിൻ്റെ ചോട്ടിൽ മറ്റേ കഴിക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് വീണ പീസ് ഇന്നലെ ഇവിടെ ക്ലീൻ ചെയ്തിട്ടില്ലേ? കമ്മിയാ ഇതാവാൻ ജെർക്കി. അത് ഞാൻ നോക്കിക്കോളാം. എസ്മേ അടി മുടുക. നീ അടുത്ത ടീച്ചർ പഠിപ്പിക്കാൻ. കമ്മിയാ ഈ പിള്ളേർ ഇതാണ് കിട്ടിട്ടില്ലല്ലേ തിന്നത്? നീ വന്നോ? എസ്മേ അങ്ങോട്ട് പോകണ്ടട്ടാ. ഇതാണ് ക്യാമറ നോക്കാൻ അറിയാം. നീ എൻ്റെ ക്യാമറ പുണ്ടാടാ. മതില് കെട്ടി തീർക്കണം ഇവിടെ. ചെറ കെട്ടെന്ന് പറയും, ചെറ. എസ്മിക്കാണ് ഇപ്പൊ കുറുമ്പ് കൂടുതലേ. എസ്മി നീ വന്നാൽ നിന്റെ വാല് വരും എന്തേ കണ്ടില്ല. അതവിടെ ഇരിക്കണ്ട, എനിക്ക് മനസ്സിലായി. എന്ത് കുത്തികളുണ്ട നിനക്ക്? മാമ വേണ? മാമ എവിടെയാണല്ലോ എവിടെ ഇരിക്കണേ? അത് തിരിഞ്ഞു പോണ പോക്ക് കണ്ടാണല്ലോ. അവിടെ അവിടെ നോക്ക. പിടിച്ച ആൾക്ക് അതവള് നിർത്തി കൊണ്ടുവരികയാണ്. നല്ല രസമുണ്ട്. വേറൊരു ക്യാമറയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അവള് കൊണ്ടുവരുന്നത് കാണാൻ. എന്താ ഞാൻ ഇന്നലെ പറഞ്ഞാണ് കേട്ടോ, ഞാൻ എൻ്റെ വാക്കുകൾ തെറ്റിക്കുകയാണ് ഞാൻ. നീ കാരണം അപ്പൊ ഇത് ഇങ്ങോട്ട് വന്നപ്പോ അവരെല്ലാം കൂടെ പാത്രത്തിലേക്ക് പോയി. ഇതിന് എന്റെ പറയണേ വേട്ട വളർത്തി നായെന്ന് പറയുന്നത് ഇതിന് തന്നെയേ. ഞാൻ തരാ ഇന്ന് കൊടുക്കാൻ. ഇതെന്താ പ്രദർശനം വെക്കണ്ട? അല്ല നേർച്ചയുണ്ട കുട്ടിക്ക് മുട്ട മാറ്റി തരാനായിട്ട്? ഗുഡ് ഈറ്റിംഗ് ആട്ടാ. നല്ല ബ്യൂട്ടിഫുൾ വെതറാണ് ഔട്ട് സൈഡ് കേട്ടോ. നമുക്ക് ബ്യൂട്ടിഫുൾ വെതർ. നീയാണോ? ആണല്ലാശ നീയാണോ? ആണോ? വേണ്ട, കഴിച്ചോ. എന്ത് കഴിച്ചോ? ബൈക്കിലാ? ഇന്നാ? കണ്ടു. ഇത് എനിക്ക് വേണം. എനിക്ക് നാളെ ഞാൻ അവിടെ എവിടെയും കൊണ്ടുവന്ന് എത്തി തിന്നണേനെ എനിക്ക് കിട്ടുന്നുണ്ട്. മറ്റേ മുതലാളി അങ്ങോട്ട് പോയി. എസ്മേ കമ്മിയാ ഇങ്ങോട്ട് വാ. നടക്കാൻ പഠിച്ചത് പുലിയോല ഇപ്പോ നടക്കണില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ കംപ്ലൈന്റ് ആയിരുന്നു. പാകം പെരനാലാക്കുക അങ്ങോട്ട് ഇങ്ങോട്ട് നടന്നിട്ട്. പ്ലേറ്റ് പോയി തരാം. ഇവിടെ വന്നിട്ട് പറയണേ തുറക്കീന്ന്. ഞാൻ തുർക്കിന്ന് കേട്ടെ. അപ്പോഴേക്കും മനസ്സിലായി തുറക്ക് ഇവിടേക്ക് ഇവിടെ എത്തണ്ട. അപ്പോഴേക്കും രണ്ടുപേര് വാതിലും എത്തും. ഇനി നോക്കിക്കോട്ടാ. നീ അവിടെ തുറക്കാൻ പോയി നോക്കി. രണ്ടുപേര് സൈഡിലേക്ക് മാറി വെക്കും. നോക്കിയോ. മാറി. എല്ലാം അറിയാം. തുറന്നു. ശ്വാസം വിടാനുള്ള ഗ്യാപ്പ് കൊടുക്ക്. തുറക്കും. എന്താ ആരോഗ്യം. ഒരു തണുപ്പില്ല, ഒന്നുമില്ല. ഇതൊന്നും അറിയണില്ല. എത്ര മരാമത്തായിട്ടാണ് ഞാൻ ഓടണേന്നറിയാ. സ്കൂളിലേക്ക് പോകാനുള്ള കൊതിന്ന് ഞാൻ വേറെ സൂത്രം കാണിച്ചു തരാം. സ്കൂളിന്റെ ഗേറ്റിന്റെ അവിടേക്ക് എത്തുമ്പോഴേക്കും ഇവർ ചിരിച്ചു തുടങ്ങും. ഇന്ന് പറഞ്ഞ ചിലപ്പോൾ ചിരിക്കില്ല. ശരിയാ. ഹലോ പറഞ്ഞ അങ്കിളിൻ്റെ അടുത്ത്
ആ വായോ ആ കല്ല് വരെ വരുമോ? കല്ല് തിന്നാനേ വരുന്നേ. ഇവിടെ അരിയും ഭക്ഷണമൊന്നും ഇല്ലല്ലോ. ഇന്ന് രാവിലെ അടി ആ സ്റ്റൂളിൻ്റെ അടിയിലുള്ള മറ്റേ ബീഫ് നല്ല വീണ് കിടക്കുന്നത് തിന്നിരുന്ന അച്ഛമ്മൻ്റെ വായില് കണ്ടില്ലേ കല്ല്. പിങ്ങപ്ര ആ കല്ല് ഇത് കളി പുണ്ടോട്ടി കമോ ലെറ്റ്സ് ഗോ. പൂച്ച കൊണ്ടോണ പോലെ കൊണ്ടാണ്. എൻജോയ് ദ അതർ ബ്യൂട്ടിഫുൾ ഡേ ടുഡേ ആൻഡ് ലുക്ക് അറ്റ് ദ സ്കൈ. അനദർ ബ്യൂട്ടിഫുൾ സ്കൈ. സ്നോ പോലെയില്ലേ സ്കൈ കണ്ട. എൻജോയ് അവർ സ്കൈ ഇസ് ബ്യൂട്ടിഫുൾ. Let's go. Good morning. Australia, Adelaide. Yeah. Good morning, Australia, Adelaide. All the way from Australia എന്നൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്നലെ അവരിനിടയ്ക്ക് വിളിക്കാറുള്ളതാണ്. ആൻറ്റിയുടെ പേര് എമിലി എന്നാണ്. അവരുടെ മക്കളാണ് എന്നെ വിളിക്കാറ്. അപ്പോൾ അവർ എമിലി ആൻറ്റി ഇപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇന്നലെ പറയാത്തറേ, എനിക്ക് ആ ചെക്കനെ കണ്ടിട്ടേ, കാരണം അവർക്ക് ട്വിൻസ് ആയിരുന്നു. ഈ ആൻറ്റിക്ക് ഈ 2 മക്കള് എൻ്റെ പ്രായമുള്ള മക്കളാണ് ഇപ്പോൾ. അപ്പോൾ എന്നാ പറയാ, ആ ചെക്കൻ വീട്ടിൽ കഷ്ടപ്പെടുന്ന കണ്ടിട്ട് എനിക്ക് എൻ്റെ ചെറുപ്പക്കാലം ഓർമ്മ വരണേ അവൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ട് ഇന്നലെ കുറേ നേരം സംസാരിച്ചു കേട്ടാ. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ മെസ്സേജ് അയച്ചു, നമ്മുടെ എൻ്റെ അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കണം, ഇങ്ങനെ അമ്മേൻ്റെ പേര് പറയുന്നത്. സോ ഹലോ അമില ആൻറ്റി, യാ ഇറ്റ്സ് വെരി ഹാർഡ് ടു ലുക്ക് ആഫ്റ്റർ ട്വിൻസ് പ്ലസ് another twins here. You know, I got a big twin, a 40-year-old twin. I mean singleton, and other is a badminton ten in the back. Wimbledon. There's a Wimbledon at the back and a singleton up here. And one more auntie only mentioned ഞാൻ ലാലേട്ടൻ്റെ ഷോയ്ക്ക് പോയി കഴിഞ്ഞപ്പോൾ വളരെ സ്നേഹത്തോടെ എൻ്റെ അടുത്ത് വന്നിട്ട് നമ്മുടെ അമ്മയൊക്കെ പിടിക്കുന്ന പോലെ എൻ്റെ കൈമയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, മോനെ കണ്ടപ്പോൾ വളരെ സന്തോഷമായി, എനിക്ക് എന്താസും പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അവിടെ വന്നു നിന്നു. ആൻറ്റിയുടെ പേര് ശാന്തി എന്നാണ്. അപ്പോൾ പറഞ്ഞു ഗോൾഡനയുടെ ഭയങ്കര ഫാനാണ്, ഗോൾഡനയുടെ അടുത്ത് അന്വേഷണം പറഞ്ഞതൊക്കെ പറഞ്ഞു. ശാന്തി ആൻറ്റി പേടിക്കണ്ട, ഞാൻ ഗോൾഡനയുടെ അടുത്ത് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ ആൾക്കാരെ റീസെൻ്റ്ലി പേഴ്സണലി മീറ്റ് ചെയ്യാൻ പറ്റി, എസ്പെഷ്യലി ഫ്രം ലാലേട്ടൻ ഷോ. That was a good experience. Another beautiful sky right in front of us. Look at that. So thank you all. Thank you. അമ്മ, yeah, again nice lighting on your face. പക്ഷേ ഇതിന്റെ ക്യാമറയിലത് മൈക്ക് എവിടെ വെച്ചേ? ശരി മൈക്ക് നീ ഓക്കെ എന്നാ അമ്മ, ബൈ, ലവ് യു അമ്മ. You very skinny nowadays. Love you. Bye. Love you. Okay, miss you. Bye, Era. Bye, Era. Bye, Era. ഞാൻ പറയണേ ബൈ എന്ന്. അമ്മ പോട്ടെ. ബൈ പിങ്ങു. Bye. ബൈ എസ്മേ. Okay, bye അമ്മ. Love you അമ്മ. Miss you അമ്മ. Bye അമ്മ. എന്നിട്ട് നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുള്ള ഇന്നലെ കുറച്ച് ക്ലീനിങ് നടത്തി, ബാക്കിയുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി, ഇന്നലെ ഇത്രയും ആൾക്കാരുണ്ടായിരുന്നില്ല, ഈ വീട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യണം. ഉച്ച വരെ കുറച്ച് ഓഫീസ് വർക്കും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. സോ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദ നോർമൽ റുട്ടീൻ. ലഞ്ച് ടൈം 3 ദിവസമായിട്ട് സ്ലീപ്പ് ഭയങ്കര ഡിസ്റപ്റ്റ്, വെരി വെരി ബിസി. ലാസ്റ്റ് 3 days വെരി സ്ലീപ്പി. അത് കാരണം പറ്റുകയാണെങ്കിൽ എനിക്കിത് കഴിഞ്ഞാൽ ഒരു 2 hours എങ്കിലും ഒന്ന് സ്ലീപ്പ് ചെയ്തിട്ട് ഒന്ന് ക്യാച്ച് ചെയ്യണം. ലേച്ചിങ്ങിലേ നമുക്ക് പണിയാവും. സോ ലെറ്റ്സ് ഡു സം ക്ലീനിങ്. ക്ലീനിങ് ഇസ് ഗുഡ് ടു വാച്ച്. ഇന്നലത്തെ കോക്ടെയിൽ ഉണ്ടാക്കിയതും അതും ഇതും എല്ലാം. ഇന്നലെ ഈ മുളക് ഞാനിപ്പോഴും ശ്രദ്ധിക്കണേ, ഈ മുളക് സത്യം പറഞ്ഞാൽ നിറച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും. ഇതിലിപ്പോൾ ആകെ 3 മുളകേ ഉള്ളൂ. കോക്ടെയിലിന് മേടിച്ച് വെച്ച മുളക. ആരെന്നലെ വന്നിരുന്ന് ഈ മുളക് മുഴുവൻ നിർത്തത്? സ്റ്റീഫൻ, ഷാജൻ ചേട്ടൻ, കൂടെ വന്ന ബാക്കിയുള്ളവരും. ഹൂ ഇസ് റെസ്പോൺസിബിൾ ഫോർ ദിസ്? ഹൂ ഇസ് ദ കൾപ്രിറ്റ്? ഹൂ ഐറ്റ് ഓൾ ദിസ്? ഇഫ് യു ഗൈസ് ആരാണ് ഇത് ഏറ്റവും കൂടുതൽ കഴിച്ച് വെച്ചെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഐ വാണ്ട് ടു സീ ഹൂ സ്പെൻഡ് ഓൾ ടൈംസ് ഈറ്റിംഗ് ഓൾ ദിസ് സ്പൈസി. ദേ സെഡ് ഇറ്റ്സ് നോട്ട് സ്പൈസി. ഐ ആം നോട്ട് ഷുവർ. മേ ബി നമ്മുടെ ഗ്രൂപ്പിലുള്ളവരാണോ, ആരാണോ അത് തിന്ന്? ജസ്റ്റ് ഗുഡ്. ഇറ്റ്സ് ബീൻ യൂസ്ഡ് അപ്പ് നൗ. ഓൾമോസ്റ്റ് അവരെല്ലാം കഴിച്ചു കേട്ടോ. ഇത് നമ്മുടെ പശുവിൻ്റെ നാക്കായിരുന്നു. ഒരു തരി ബാക്കി ഉണ്ടായിരുന്നു, അത് ഞാനിപ്പോൾ ലഞ്ചായിട്ട് കഴിച്ചു.
ആ നാക്കിൻ്റെ ടിപ്പ് ബിറ്റ്, ബാക്കിയുള്ള വാലിൻ്റെ പീസാണ് നമ്മൾ ഇന്നലെ ഉപയോഗിച്ചത്. ഈ ടിപ്പ് കൂടി ഉണ്ട്. ഇത് നമുക്കിന്ന് വൈകുന്നേരം കസത്തി ഉണ്ടാക്കാം. ബ്യൂട്ടിഫുൾ ട്ടോ. യു മസ്റ്റ് ട്രൈ. ഈസി. ജസ്റ്റ് ബോയിൽ ഇറ്റ്, സ്ലൈസ് ഇറ്റ്, ഒന്ന് ചട്ടിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക, ചപ്പാത്തിയുടെ കൂട്ടത്തിൽ കഴിക്കാൻ. നൈസ്. പോർക്ക് നമ്മൾ ഇന്നലെ കുക്ക് ചെയ്ത് മൊത്തം തീർന്നു. കുറച്ച് റോ ഫിഷ് സാലഡ് മാത്രമായിരുന്നു കാര്യമായിട്ട് ബാക്കി ഉണ്ടായിരുന്നത്. കുറച്ച് ഒരു അരപ്പാത്രം ഉണ്ടായിരുന്നു. അത് നമ്മുടെ നെക്സ്റ്റ് ഡോറ് ഇവനെ ശരത്തിന് കൊടുത്തയച്ചു. ദെൻ നത്തിങ് മച്ച് ലെഫ്റ്റ്, ഓൾ ഫിനിഷ്ഡ്. കുറച്ച് മഷ്റൂം ബാക്കിയുണ്ട്. സി, പിന്നെ വെനിസൺ മാനിറച്ചി കഴിക്കണമെന്ന് ഷാജോൻ ചേട്ടൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. പക്ഷെ മാമൻ ഇത് പെട്ടെന്ന് ഇങ്ങനെയാണ് മിൻസ് എന്നുള്ളത് വായിക്കാൻ മറന്നുപോയി. അപ്പോൾ മിൻസാണ് കൊണ്ടുവന്നത്. പിന്നെ ഇതൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും തൊണ്ട് ബർഗർ ഉണ്ടാക്കാൻ ഞാൻ പ്ലാൻ ചെയ്യുമ്പോഴേക്കും അവർ പോയി. നമ്മുടെ ഡെസേർട്ട് അവർ കഴിക്കാൻ വിട്ടുപോയി ശരിക്കും പറഞ്ഞാൽ. സോ ഇനി വരുമ്പോൾ നമുക്ക് ഷാജൻ ചേട്ടന് ആരൊക്കെയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഡെസേർട്ട് ഉണ്ടാക്കി കൊടുക്കാം. നൗ ലെറ്റ്സ് ഡു ദ ക്ലീനിങ്. താരിത്തക്കിളി നാക്കിളി മുക്കിളി തൊട്ടുകളിക്കണ കടലയും കൊട്ടികളക്കര മുക്ക് കണക്കൊരു കൊച്ചു കിടാക്കൾ ഉദിച്ചു വരുന്നത് കണ്ടു മണർപ്പൊടി തട്ടിക്കല വില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയേ ചെണ്ടകളറി ഇത്തരി കടമേളം അടിച്ചു മുഴക്കും നേരം ചാകര വന്ന കടപ്പുറണക്കൊരു മാകത്തരി കിടന്ന മൃതത്തേ ഞാനും കണ്ടേ ഞാനും കേട്ടേ. സൂപ്പർ പാട്ടല്ലേ? അന്തിക്കടപ്പുറത്തിൽ ഇവിടെയൊക്കെ വെള്ളം അടിക്കുമ്പോൾ പണ്ട് വെള്ളമൊക്കെ അടിച്ച് ഡാൻസ് കളിക്കുന്ന സമയത്തൊക്കെ എപ്പോഴും പാടിയിരുന്ന പാട്ടാണ്. ഇപ്പോൾ ലാലേട്ടൻ്റെ ഷോ വന്നു കഴിഞ്ഞപ്പോൾ ലാലേട്ടനും അതുപോലെ തന്നെ മനോജ് കാജനും കൂടിയിട്ട് ഈ പാട്ട് പാടി. അപ്പോൾ പെട്ടെന്ന് ആ പാട്ട് വീണ്ടും ഓർമ്മ വന്നപ്പോൾ നമ്മൾ ഇവിടെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആ പാട്ട് പ്ലാൻ ചെയ്താൽ ഞാൻ ആക്ച്വലി നാക്കും 2 ടാക്കോസും കൂടെ തോർത്തിയും കൂടെ അടിച്ചായിരുന്നു. പക്ഷേ ദാറ്റ്സ് നോട്ട് ഇനഫ് പ്രോട്ടീൻ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. സം ഈറ്റിംഗ് മൈ എഗ്. അപ്പോൾ ആക്ച്വലി നമ്മുടെ മെയിൻ ഇവിടുത്തെ കിച്ചൺ മാത്രമേ ഇപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഫ്ലോർ ചെയ്യാനുണ്ട്. കണ്ടമാനം കച്ചടിയുണ്ട്. ഈ പിള്ളേർ ഇവിടുത്തെ കംപ്ലീറ്റ് തരിപ്പണം അടിയിൽ തൂറുമ്പോൾ തിന്നണ പോലെ തിന്നു തീർക്കുക. അച്ഛമ്മു സകല മനസ്സാണ് നേരത്തെ നിന്ന് വരെ തിന്നും. ഇപ്പോൾ രാവിലെ കണ്ടില്ലേ ആ ബീഫ് എടുത്ത് തിന്ന്. കാക്കയാ നമ്മുടെ പരിസരം വൃത്തിയാക്കുന്ന ജീവി. നമ്മൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാകും. നിങ്ങളുടെ കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ട്. ഒരു പൈസ ആകുമ്പോഴേക്കും വീടൊക്കെ ക്ലീൻ ചെയ്യും. അച്ഛമ്മൂട്ടാ. We all work it together as a team. Thank you. See you after 1 hour. 3 മണി ആവാറായി. ഇന്ന് പ്രിങ്ങുവിനെ 4 മണിക്ക് പിക്ക് ചെയ്താൽ മതി. നമുക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്. ഇതാണ് ഉഷി ഇട്ടാ. ന്യൂസിലാൻഡിൽ കടകളിൽ ചെല്ലുമ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു കുട്ടികൾക്ക് കൊടുക്കുന്ന കുണ്ടാവണ്ടിയാണ്. ഒരു ടൈപ്പ് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I will explain tomorrow. So let it make it tomorrow. Don't you can talk about it tomorrow. Now the biggest problem need to be solved. What is that? അമ്മ ഈസ് വെരി ആംഗ്രി. ഞാൻ ഫോൺ സൈലൻറ്റിലായിരുന്നു. ഇവിടെ തന്നെ പിക്ക് ചെയ്യാൻ ഡാൻസ് കഴിഞ്ഞിട്ട് പിക്ക് ചെയ്യാൻ പോയ സ്ഥലത്ത് വീട്ടിലെ അവരായിട്ട് ഇന്നലെ ഷാജൻ ചേട്ടൻ വന്നതും കാര്യങ്ങളൊക്കെ വർത്തമാനം പറഞ്ഞ് നിന്നു. എവിടെ ചെന്നാലും മോൻ ഇങ്ങനെ തെറി വർത്തമാനം പറഞ്ഞ് നിൽക്കും, സ്ഥലം മറക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഫോൺ സൈലൻറ്റിലായിരുന്നു. പെട്ടെന്ന് എടുത്ത് നോക്കിയപ്പോഴാണ് 4 മിസ് കോള്. ഞാൻ ഗോൾഡനെ വിളിച്ച് കഴിഞ്ഞപ്പോൾ ഗോൾഡൻ നടന്നിട്ട് കുട്ടികളുടെ സ്കൂളിലേക്ക് പോയി എന്ന് പറഞ്ഞു. വെരി ആംഗ്രി. ഫോൺ ഹാങ് അപ്പ് ചെയ്തു. ആകെ പ്രശ്നമല്ലേ. കുട്ടികളുടെ സ്കൂൾ വരെ നടന്നതിനാണ്. വലിയ നടത്തും 1000-10,000 കിലോമീറ്റർ ദിവസവും മറ്റേ ഇതിൻ്റെ മുകളിലേക്ക് ആക്കണതാ. എന്നിട്ട് ഇവിടെ വന്നിട്ട് ട്രെഡ്മില്ലിൻ്റെ മുകളിൽ നടക്കും. അവിടെ നിന്നിട്ട് ചാടും. ഈ നടത്തം കൂട്ടിക്കൂടും. എൻ്റെ അമ്മയ്ക്ക് അമ്മയെ കുറിച്ച് ഒന്നും പറഞ്ഞാൽ മിണ്ടാണ്ടിരിക്കും. നീ അപ്പം എന്നെ പറയുന്ന മതം കുറ്റം പറയുമല്ലേ? നല്ല സ്വഭാവം 3 എണ്ണങ്ങൾ തന്നെ ഇവിടെ വളർത്തിണ്ടാക്കുന്നുണ്ട്. എൻ്റെ സപ്പോർട്ടിന് ഒരാളില്ല. ഞാൻ ആംഗ്രി ഫേസ് കട്ട് ചെയ്ത കേട്ടോ. എന്താ പറയാന്നറിയില്ല. മുഖത്ത് ഇങ്ങനെ ഏറിക്കുണ്ട്. ഇങ്ങനെ മുഖത്ത് മാന്തണ സ്വഭാവം. അതേ സ്വഭാവം നിൻ്റെ അമ്മയ്ക്കുണ്ട്. അപ്പോൾ അമ്മയുടെ മുഖത്ത് മാന്തണ സ്വഭാവമാണ് ഏറിക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടെ മാമിയും കൂമിയും എല്ലാവരും ഉണ്ട്. എന്നിട്ടാണ് നമ്മളെന്നെ ചീത്ത വിളിച്ചത്. ഫുള്ള് മലയാളി ഗ്രൂപ്പ് ഉണ്ടല്ലോ. ഞാൻ വരുന്നില്ല. ഇവിടെ നിന്ന് നമുക്ക് മുഖം ഡിറ്റക്റ്റ് ചെയ്യാം. മാമിയല്ല മാമനാ. നോക്കിട്ടോ അവളുടെ മോന്ത നോക്ക്. എന്താ ഗൗരവം. സിൽക്കിന്റെ പോലെയാ, പക്ഷെ ഗൗരവത്തിന്റെ മോന്ത. നിന്റെ ഞാൻ പറഞ്ഞാണല്ലോ. Hey, what do you fall asleep to? Who got late? Mama? Hi. Hi. അല്ല ഒരു തുറന്നല്ലോ അമ്മു.
മാമ നിങ്ങളുടെ അവിടെ നല്ല വില സെക്കൻഡ് ഹാൻഡ് ഭാര്യമാരെ കൊടുക്കണ്ട, ഇതിനെ കളയാനാ? കൊടുത്തേ പെങ്ങോ ഇച്ചിരി നേരം. ദയവ് ഇത് ഇനി ഇവിടെ കരച്ചിലിന്റെ മണ്ണ ഇതാക്കല്ലട്ടാ. ആ അമ്മേനെ അമ്മയുടെ സ്വഭാവമുള്ള മുത്തോളിനെ അവിടെ മാറ്റി നിർത്തിക്കോ. ഞാൻ വിചാരിച്ചുള്ള നീ എന്നെ മാന്തി കടിക്കുന്നു എന്തിന്? അല്ല എനിക്ക് നടക്കണത് ഞാൻ വണ്ടിയിൽ മുമ്പ് പറയാം. ഇവളാണ് ഞാൻ നമ്പൂല കേട്ടോ. ഇവളോട് ഞാൻ പറഞ്ഞു നിന്റെ അമ്മ അത്ര ശരിയൊന്നല്ലെന്ന് പറഞ്ഞപ്പോ ഒരു അക്ഷരം ഉണ്ടാണ്ടിരിക്കും. ഞാൻ പറഞ്ഞു നീ എന്താ സപ്പോർട്ട് ചെയ്തെന്ന് വെച്ചപ്പോ പറയാ ഞാൻ അങ്ങനെ ചെയ്തത്രേ. അല്ല എന്നെ 4 പെണ്ണുങ്ങളും കൂടിയിട്ടുണ്ടല്ലോ. എനിക്ക് മനസ്സിലായി. വെറുതെ പറയാണ് ആൾക്കാര് 2 മുല ചേരും 4 മുല ചേരില്ലാന്ന്, 2 മല ചേരും 4 മുല ചേരില്ലാന്ന് വെറുതെ പറയാ. ഇത് എത്ര വേണമെങ്കിലും ചേർന്നോളൂ. ആൾക്കാരെ ഉപദ്രവിക്കാതെ എവിടെ വേണമെങ്കിലും ചേരും. പുറകിലെ ടെസ്ലയിൽ ഇടിച്ചാ പണി കിട്ടും കേട്ടോ. ടെസ്ല അടിക്കില്ല, അത് ബെല്ലടിക്കും. ടെസ്ലക്കോ എന്തിനാണാവോ അതൊക്കെ വെറുതെ പറയാ. ഇവര് ആൾക്കാരെ ഉപദ്രവിക്കുക, ഇവര് സംഘം ചേർന്നിട്ട് ഇവര് കഴിഞ്ഞിട്ടുള്ളവര് അപ്പൊ എല്ലാം ചേരുവര്. ഒരു കൊച്ചു ആ സൈഡിൽ കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട്, തിരിഞ്ഞു നോക്കണം കണ്ടിട്ട്. ആരും വരുന്നില്ല, എനിക്ക് കാണാണ്ട്. അല്ല നിനക്ക് സ്റ്റെപ്പ് നടക്കണ്ടേ? ചെയ്തിട്ട് കുറച്ചു ദിവസമായി എനിക്ക് വയ്യാത്ത കാരണം. അല്ല നിനക്ക് അല്ല എന്നാ നിങ്ങൾ ഫോൺ എടുക്കണം. ഞാൻ വരുന്നില്ല. ഫോൺ ഞാൻ ഉറങ്ങിയിരുന്നു. അത് പറ. ഞാൻ എങ്ങാനും മോൻ വിളിക്കാൻ നേരത്ത് ഫോൺ എടുക്കാതെ മോൻ എമ്മാതിരി 1 off അല്ല പിങ്ങു. ഇതിന് മുന്നേ ഞാൻ ഡാഡനെ വിളിച്ചിട്ടില്ലേ പിങ്ങു ഇങ്ങനെ ലാസ്റ്റ് വീക്ക്. എന്നിട്ട് ഞാൻ വീട്ടിലോട്ട് നടന്ന്. അല്ല അത് നിങ്ങൾ എപ്പോഴും സൈലന്റ് അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ എടുക്കില്ല. ഞാൻ ഫോൺ എടുക്കാറുണ്ട് കേട്ടോ. മാമ എത്ര തവണ പറഞ്ഞു? റെമിയുടെ കേസ് എത്ര തവണ? ഞാൻ ഫോൺ എടുക്കാറുണ്ട്, ഞാൻ ഫോണും എടുക്കാറുണ്ട്, തിരിച്ചും വിളിക്കാറുണ്ട്. മോനാണ് ഫോണും എടുക്കാറില്ല, തിരിച്ചും വിളിക്കൂല. പോരാ തന്നെ ഞാൻ ഇപ്പൊ കഴിഞ്ഞ ഈ കാലത്തിനായിട്ട് വിളിച്ചിട്ടില്ലേ? 2001 മുതൽ തന്നെ വിളിക്കാൻ 2001 നീ 3 കൊല്ലം ഞാൻ 5 തവണ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല. എനിക്ക് മനസ്സിലായി അങ്ങനെ അത്രയ്ക്ക് കഥ പറച്ചിലാണ്. പറച്ചില് തീരൂല. എന്നാ പറഞ്ഞോ സ്റ്റോറി പറയണോണ്ട് എന്റെ സ്റ്റോറി കേൾക്കാൻ ഇവർക്ക് ഇഷ്ടമാണല്ലോ. ആരോടാ പറഞ്ഞ? ഇവരോടാണോ പറഞ്ഞോണ്ടിരുന്നത്? അല്ലല്ലോ, അവരും കമ്മ്യൂണിറ്റിയിലുള്ള മനുഷ്യന്മാരാണ്. നേരിട്ട് കഥ പറയും. അത് 1 മണിക്കൂർ 1 മണിക്കൂർ 4:30 ഞാൻ എത്ര ഞാൻ കഥ പറഞ്ഞ 4 മണിക്ക് മോനെ ഞാൻ മെസ്സേജ് ആവും അവിടെ ചെല്ലാൻ പറഞ്ഞ. അത് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത്. ഇനിയിപ്പോ ഇതിന്റെ ഡാറ്റ അതിന്റെ ഇടയ്ക്ക് വീണ്ടും കഥ പറയാൻ പോയി. വേറെ ആരോടെ അതിന്റെ കുഞ്ഞമ്മേരെടുത്ത് കഥ പറയാൻ പോയി. വീട്ടിലെത്തട്ടെ എല്ലാവർക്കും തരും. വീട്ടിലെത്തി ആരെയും അകവും പേരെയും തുടച്ചടിച്ച് പറഞ്ഞു ബാക്കിലോന്. ഇത് എന്റെ രാവിലെ കംപ്ലീറ്റ് ഇന്നലെ അവര് കഴിച്ചു പോയ ബാക്കി വന്ന നാക്കെല്ലാം നിലത്തുനിന്ന് വർക്ക് ചെയ്ത് തിന്നു രാവിലെ വെച്ചുമ്പോ. അതാ മുട്ട തിന്നെ. അതിനുള്ള ഭക്ഷണം എനിക്ക് തോന്നുന്നത് നമുക്ക് അവിടെ ഇട്ടിട്ട് ഒരു വെതറ ആ മറ്റേ വെളിച്ചപ്പാട് വന്നിട്ട് മലരേറിയുന്ന പോലെ. അത് ആവശ്യത്തിന് അവര് ഒരു ദിവസത്തെ ഫുഡ് തിന്ന്. ഓക്കെ ഗൈസ്, ന്യൂ ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഒരു വലിയൊരു സ്ഥലം ഇവർക്ക് വേണ്ടി ഉണ്ടാക്കുക, അവിടെ ഫുഡ് എറിഞ്ഞു കൊടുക്കുക. കോഴിയാണേ ഇങ്ങനെ എറിഞ്ഞു കൊടുത്ത തിന്നും. തടക്ക് എനിക്ക് പ്രാന്ത് മടുത്തിന് ഈ കുട്ടികളുടെ ഇടയിൽ എനിക്ക് നല്ലത് ചെയ്യാൻ പറ്റണില്ല. ഇന്ന് ഞാൻ ട്രെയിനിലിരുന്ന് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു അങ്ങോട്ട് പോകുന്ന വഴിക്ക്. ഞാൻ ട്രെയിനിലിരിക്കുക. അപ്പൊ ട്രെയിനിൽ എന്തൊക്കെ ഇങ്ങനെ വിളിച്ചു പറയണ്ടോ, ഒട്ടാക്കു കഴിഞ്ഞാൽ ട്രെയിനില്ല എന്നൊക്കെ പറഞ്ഞോണ്ട്. എന്നിട്ട് അപ്പൊ ഞാൻ കണ്ടോണ്ടിരിക്കുന്ന വീഡിയോയില് ജെൻസിയുടെ കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പൊ ഞാൻ ചുമ്മാ അത് സൂക്ഷിച്ച് കേട്ടോണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ കാണിച്ചാല് ക്ലോക്ക് ഇറ്റ് ഐ എഗ്രീന്ന്. ഇങ്ങനെ കാണിച്ചാല് മൈക്രോ ക്ലാപ്പിംഗ് അപ്രിസിയേഷൻ. പിന്നെ ഇത് ഐ ലൈക്ക് ഇറ്റ്. അങ്ങനെ കണ്ട് ഐ ലൈക്ക് ഇറ്റ്. അവള് ജെൻസി അല്ല, അവള് തന്നെ ആൽഫ. ഈ മറ്റേ നടുവരിൽ പൊക്കിയിട്ടില്ല. അപ്പൊ ഞാൻ ഇതൊക്കെ പഠിച്ചോണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ വീണ്ടും വീഡിയോ ബാക്കോട്ട് പോയിട്ട് വീണ്ടും ഇരുന്ന് പഠിക്കാം. അപ്പൊ ട്രെയിൻ നിർത്തി ഒരു സ്ഥലത്ത്. ഞാൻ നോക്കുമ്പോ ട്രെയിനിലെ കുറെ പേരൊക്കെ ഇറങ്ങിപ്പോയേ. അപ്പൊ ഒരു മനുഷ്യൻ അവിടെ നിന്നിട്ട് എന്നെ ഇങ്ങനെ നോക്ക. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ വായി നോക്കി എന്തിനാണ് എന്നെ നോക്കിക്കൊണ്ടിരിക്കണ. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും നോക്കിയപ്പോ ഇയാൾ എന്നെ തന്നെ നോക്കുക. ഇച്ചിരി കഴിഞ്ഞപ്പോ ആ പുള്ളി എന്നോട് ഇറങ്ങി വാ ട്രെയിൻ നിർത്തി ഇനിയില്ല. എന്നിട്ട് പിന്നെ കുറെ നേരം അവിടെ ഏതോ ഒരു സ്റ്റേഷനിൽ ഇറങ്ങി നിന്ന്. ഇതാണ് നീ പഠിച്ചത്? ഞാൻ സീരിയസ് ആയിട്ട് ഇത് പഠിച്ചോണ്ടിരിക്കുക. ഇത് മറന്നു പോവാതെ വൈകുന്നേരം വന്ന് നിങ്ങളോട് പറയണമെന്ന്. അപ്പൊ നീ ഒന്ന് ആലോചിച്ച് ഈ മാതിരി കഥ പഠിക്കുന്നുണ്ടായിരിക്കുന്നു. രശ്മി ഉറങ്ങിയില്ലേ പൊന്നുന്ന? ഉറക്കം വരുന്നുണ്ടല്ലോ. ഞാൻ ഇനി മുതൽ ഗൈസ് ഇനി ഞാൻ ഇവരെന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അഗ്രി ആണ്.
ഇങ്ങനെ പറയും. അങ്ങനെയല്ല ഇങ്ങനെ. അഖ്ലാഖ് ഹേ. പിന്നെ How about if you like it? if I don't like it then I say ക്ലൂക്കു. ലൈക്ക് ഇറ്റ് ഇങ്ങനെ. Eh? ഇങ്ങനെ ലൈക്ക് ഇറ്റ്. Like it. But I tell you, if you guys play up, no, there is only one. Like it. Yeah, finger comes out. ഇപ്പൊ ആ ഫിംഗർ ഇപ്പൊ വരും. വീടെത്തി ഞങ്ങളുടെ പോലെ തോമനാണോ ഫ്രണ്ടില് അല്ലെ? നിങ്ങക്ക് എന്താ കാണുള്ളത്? ഓക്കെ, ബ്യൂട്ടി അല്ല അത്. ഗാരാജ് ഇടിച്ചു പൊളിച്ച ഉള്ളിൽ പോയാലേ ജിമ്മ് പോവോ? അപ്പൊ എനിക്ക് നല്ല സന്തോഷം ഉണ്ടാവും. ആ ജിമ്മ് പോയാൽ നിനക്ക് സന്തോഷം ഉണ്ടാവും. എന്റെ സന്തോഷം ഞാൻ തീർക്കാം. ഇന്നാരാ വരില്ലേ? ഇന്നാരോ വരും. ശരിയാ. ആ നീ വേഗം പോയിട്ട് ചെയ്തോ. ഡാഡയ്ക്ക് സ്ട്രെസ് ആയാൽ നിങ്ങക്ക് എല്ലാവർക്കും കിട്ടും. അമ്മ പെട്ടു. ആ പെട്ടു. അമ്മയ്ക്ക് സ്ട്രെസ് ആയ ആ കുട്ടിക്ക് വെച്ചിട്ടുണ്ടോ പ്ലാസ്റ്റിക് തിന്നുണ്ടല്ലോ. എന്നെ കൊല്ലും. ആ അമ്മയ്ക്ക് സ്ട്രെസ് ആയ ഈ വീട് കുലുങ്ങും. ഡാഡിക്ക് സ്ട്രെസ് ആയ ആ നിക്കണ ഭാഗം മാത്രമേ കുലുങ്ങുള്ളൂ. അയ്യോ എന്റെ ഗോൾഡൻ, എന്റെ അത്രയും പ്രശ്നമുള്ള ഒരാളെന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ വേറെ ഒരു പെണ്ണുങ്ങളുണ്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ഏതെങ്കിലും പെണ്ണുങ്ങളുണ്ട് ഇതിനേക്കാളും പ്രശ്നമുള്ള ഒരു സാധനം കൂടി ഉണ്ട് കേട്ടാ. ഈ കീലരി ആ വായന പി പി ഊരി കളഞ്ഞ അതിന്റെ ഈ സാധനങ്ങളൊക്കെ കഴിഞ്ഞ വർഷം വരെ മിണ്ടാണ്ട് ഇവിടെ കിടന്നായിരുന്നു. ഇപ്പൊ ഇണങ്ങി ചാടി നടന്നു കുണ്ടിവാസ്. ഇപ്പൊ എന്താ കാര്യമില്ലേ? ഇതേ വേറെ പൊന്മാനല്ല മറ്റേ ഇത് മരം കുത്തി. ആ സീറ്റ് പൊളിച്ചോ? നേരത്തെ ചാടിയിട്ടാണ് ആ സീറ്റ് ഓട്ടേക്കിത്. ഞാൻ $100 ഇൻഷുറൻസും കൊടുത്തിട്ട് ഇന്ന് അതിന്റെ അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടില്ല എനിക്കിട്ടാ. അല്ല സീറ്റിന് എന്തെങ്കിലും പറ്റി ഇനി നിനക്ക് കിട്ടും. അത് കിട്ടുന്നുണ്ടെന്ന് ആരെനിക്ക് മെസ്സേജ് അയച്ചില്ലപ്പോ. ആ നിനക്ക് ഞാൻ എല്ലാ സമയത്തും മെസ്സേജ്. നീ ഓൾറെഡി 2ാം തവണ സെറ്റ് ആക്കിയില്ലേ? എന്റെ എയർമേട ഇത് വേണ്ടാ മുഖത്ത് എങ്ങനെ കീറല് വീണേ? യസ്മാനെ ഇന്ന് ഭയങ്കര ഉപദ്രവമായിരുന്നു ഇവള്. എന്നിട്ട് പാണ്ട് മുഴുവൻ ഏറിയണ തൊള്ളമ്മയാണല്ലോ. സത്യത്തിൽ എന്താ സംഭവിച്ചത്? ടീച്ചർമാർക്ക് കണ്ണു കാണണ്ടേ ഇടയില്? രാവിലെ എങ്ങനെ കെട്ടിവിട്ട മുടിയാ? ഇപ്പൊ കൂർക്ക പറിച്ചു കഴിഞ്ഞിട്ട് കൂർക്ക പറമ്പില് 2 എളിയും തള്ളി നിക്കണ പോലെ കേട്ടാ കുട്ടിയുടെ തല. നൈസ് മുടി. എന്റെ മോന്ത നോക്കട്ടെ ആഫ്റ്റർ സ്കൂള്. ആ ഞാൻ ഷൂ ഇട്ടിട്ട് ഡാഡയുടെ സീറ്റ് മുഴുവൻ ഇതാക്ക്. ഇതിനൊക്കെ ഞാൻ കണക്ക് പറയണ്ടേ? നീ വലുതാവല്ല നോക്കിയിരുന്നോ ട്ടാ. ഏയ് ആ ഇവിടെ പുട്ടാണ്ടിയാണോ നീ? ആ അമ്മ എന്നിട്ട് നീ എന്നോട് വഴക്ക് കാണോ? വഴക്കൊന്നുമില്ല. എല്ലാ കുരിപ്പ് പണിയും പഠിക്കണ്ട അതിന്റെ മോളിന്ന്. ഒന്നും അറിയാത്ത പോലെ നിക്കണോക്ക് താത്തി. ഇനി അത് പൊക്കാൻ അറിയില്ല. എല്ലാരും വന്ന് നോക്ക്. ട്രാൻസിഷൻ. എല്ലാരും ക്യാമറയിലേക്ക് നോക്കട്ടെ. ഒരു ഫോട്ടോ എടുത്തിട്ടില്ല നീ പണ്ട് ഏതൊരു ഇത്? ആ ക്യാമറയ്ക്ക് കറക്റ്റ് ആളെത്തിയിട്ടുണ്ട്. സന്തോഷായി. എങ്ങനാണാവോ? ആ റബ്ബിഷ് എന്റെ കുട്ടികള് നല്ല. ഇവിടെ പുല്ലിലേക്ക് പോട്ടെ. ആ എന്തിനിപ്പ ഇങ്ങനെ വീഴണേ? ഹലോ ഇത് റോഡാ? അയ്യോ വീഴിപ്പോ. അടക്കേരെ മുകളിൽ കോഴി പോണ പോലെ പോണട്ടറേ നടക്ക. അങ്ങോട്ട് പോയോ? അങ്ങോട്ടേക്ക് പോക്കാ പുല്ലുമ്മിക്ക്. ആ വട 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 വട. അതിനെന്നാ ഇതെന്താ ഗോൾഡ്? ഇവര് കള്ളു കുടിച്ചിട്ടുണ്ടാ ഇങ്ങനെ വരണേ? ഓ നീ ഇങ്ങോട്ട് വാ. I will do anything to save my father. നീ പിള്ളേരനല്ലേ സേവ് ചെയ്യണേ? നീ ഫാദറിനല്ലല്ലോ സേവ് ചെയ്യണേ. ആ വായോ നല്ല രസമുണ്ട്. ഇങ്ങനെ വരണ സീൻ ആദ്യമായിട്ട് ഷൂട്ട് ചെയ്യണേ. അമ്മയുടെ കൈ പിടിച്ച് വരണേ നല്ല രസം. ഗോൾഡ് എങ്ങനെ കാണിക്കണ്ട? നോട്ട് ക്ലോക്ക് ഇറ്റ് പിങ്ങു. നോ ക്ലോക്ക് ഇറ്റാ. ഇപ്പൊ പിങ്ങുവിനെ ക്ലോക്ക് ഇറ്റ് ചെയ്യാനുള്ള ഐഡിയ എനിക്കറിയാം. പുല്ല് തിന്നണ്ട ഇവിടുത്തെ തിന്നാ കുട്ടികള്. ഇവിടെ ആവുമ്പോ പുല്ലല്ല, പുല്ലും വെജിറ്റേറിയൻ സിഗരറ്റ് ഒക്കെ ഉണ്ടാവും. എന്നാ പിങ്ങോ? സാരില്ല. പിന്നെ പുറത്തായ കാരണം ആർക്കും ഇപ്പൊ വേദന അറിയണില്ല ചേട്ടാ. എന്താ ഇപ്പൊ ഒരു സന്തോഷം. എവിടേക്ക് നിലയിലാണ്ടേ പോണട്ടാ. അടുത്ത ദിവസം മോൻ ഇത് വീഡിയോ എടുത്തു വെച്ചോ കേട്ടോ. മതി തണുപ്പുണ്ടോ മോനെ?
കാറ് വരുന്നു. എടാ അപ്പൊ നീ ഇവളെ ഇട്ടിട്ട് പോണേ? അവളുടെ അടുത്ത് ഓൾറെഡി ഡാഡ ഇല്ലേ? നല്ല ബുദ്ധിയാട്ടാ. സേവിയർ എത്തി. ഡാഡ അവളുടെ അടുത്ത് സേവിയർ എത്തി. യസ്മേനെ തന്നെ ഇട്ടേച്ച്. അയ്യോ സേവിയറും പത്രോസൊക്കെ വായോ വായോ. നല്ല രസമുണ്ട് നീ ഇരിക്കുന്നത് കാണാൻ. ഇങ്ങോട്ട് പോന്നാ. പണ്ട് പാമ്പാട്ടി ഇങ്ങനെ ഇരിക്കും കണ്ടിട്ടുണ്ടാ? പാമ്പാട്ടി മകുടി ഊതിയിട്ട്. യസ്മേ ബാ. കമ്മോ ഉമ്പാക്കി ഉമ്പാക്കി കൂട്ടാണ്ടി. ഇവിടെ മോൻ ഇപ്പൊ ഇനി അടിച്ചു വരണ്ട. ഞാൻ ഒന്ന് വാക്യൂം ചെയ്യട്ടെ. എന്തിന്? ഫുള്ള് കച്ചടിയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും വാക്യൂം ചെയ്യണ്ടേ? പിന്നെ അതെന്താ ഇന്നൊരു ദിവസം വാക്യൂം ചെയ്ത മരണവരെ ഇപ്പൊ വീണ്ടും മെസ്സാവൂലേ ഇപ്പൊ തന്നെ? അതെങ്ങനെ? ആരും വരണില്ലേ? അവര് രണ്ടുപേരുള്ളൂ. അവർക്ക് കുക്ക് ചെയ്യണില്ലേ മോൻ? അവർക്ക് കുക്ക് ചെയ്യാൻ ഇവിടെ ഫുഡില്ലെന്ന്. പുതിയ പുതിയ സ്വഭാവങ്ങളൊക്കെ ഇവിടെ പഠിപ്പിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. സ്കൂളിൽ നിന്ന് വരുമ്പോ കുട്ടികൾ കരയണ സമയത്ത് ചോറ് ഒക്കത്ത് വെച്ചിട്ട് ഉരുട്ടി കൊടുക്കുക. ഇന്ന് രാവിലെ തന്നെ ഞാനൊരു പാഠം പഠിച്ചു കൊള്ളേ. അവരെന്നെ അങ്ങനെ ഇരുത്തിട്ട് ഭക്ഷണം കൊടുത്താൽ ശരിയാവില്ലല്ലോ. നമ്ന നിനക്കതെന്ന് പ്രശ്നം? നമ്നക്ക് പുതിയ പേരെ കുട്ടിയെ നമ്ന എന്റെ കൂടെ കുട്ടി പഠിച്ചിട്ടുണ്ട് ഷംന എന്ന് പറഞ്ഞിട്ട്. മാമിയാ നമ്മൾ ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ. വരണ വഴിക്ക് തന്നെ 2 മുട്ടയും കൊണ്ട് വന്ന വിഷം അങ്ങോട്ട് പൊരിച്ചു. അപ്പോൾ ആ പണി നമുക്ക് അല്ലേ പെട്ടെന്ന് തീരും. നല്ല സുഖാട്ടാ. അതെ ഒക്കത്തിരുന്നു തുപ്പി. കുഴപ്പമില്ല, മതി. ആവശ്യത്തിന് കഴിച്ചിട്ടുണ്ട്. അത് മതി. ഇനി അവര് വരുന്ന സമയത്ത് എന്തെങ്കിലും കൊടുക്കാം. മോർ വേണോ? യു വാണ്ട് മോർ? അത് ശരി. അവള് തുപ്പിയതിപ്പോ ഈ കണ്ടു. ഇതൊക്കെ കുഴപ്പം. ഞങ്ങള് ഇമ്മാരി പണി കാണിക്കുന്നത് എന്തിനാണ്? അവള് തുപ്പിയപ്പോ നീ എന്തിനാ തുപ്പണേ? നന്റെ വയറ് നിറഞ്ഞാ? വെള്ളം വേണോ? ഇരട്ടോൾക്ക് ഒരുമിച്ച വയറ് നിറയാ. ഇനി എന്റെ ഭൂമിയിൽ നിൽക്ക് കേട്ടാ. വെള്ളം വേണോ? അപ്പോഴേക്കും നിലത്ത് വെക്കുമ്പോഴേക്കും ഹൃദയം കണ്ട പൊളി. വെള്ളം വേണോ? വെള്ളം കുറച്ച് വെള്ളം കൊടുത്തിട്ട് ഞങ്ങളവിടെ ജോർജ് മാഷ് ഉണ്ട്. ഇങ്ങനെ നടക്കുക. കയ്യിൽ പിന്നിൽ കെട്ടിട്ട് ഇങ്ങനെ ജോർജ് മാഷ് തല്ലും. എല്ലാത്തിനും ഈ കരയണ ഈ ഇവല്യൂഷൻ ഒന്ന് മാറ്റായിരുന്നു. ചിലതിന് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി ഇവല്യൂഷന്. മോന്റെ പോലെ വലിയ ഒച്ചയാണെങ്കിൽ പിന്നെ എന്നെ ചെയ്യും? നീ അതിലേക്ക് നിറച്ച് വെള്ളം ഒഴിക്കും. അത് കിട്ടില്ല. അത് മതി. അതതിന് കുടിക്കാറില്ല. അവർക്കറിയാം. അവർക്ക് ഇതെങ്ങനെ ഇങ്ങനെ കുടിക്കണേ? ഇല്ലെങ്കിൽ അവള് തിരിച്ചു പിടിച്ചു കുടിച്ചോളും. ഇപ്പൊ ഉണ്ണിവാവ ഇന്നലെ ജനിച്ചിട്ടുള്ളോ? വേറെ ആളോ? അത്രയും വെള്ളം കൊടുത്താൽ മതി. അപ്പേ തുപ്പല് ഉണ്ടാവില്ല. ശരിയാ. അങ്ങനെ തന്നെ ഇടയ്ക്ക് ഓരോ പണി തന്നല്ല നമുക്ക് ചെയ്ത്. ഈ തുപ്പി വേറെ വെതറു വാട്ടർ ഫൗണ്ടന് മലമ്പുഴ ഡാമില്ല. നമ്മളെ കൊണ്ടിരുത്തിയാ മതി. അങ്ങനെ തുപ്പടയൊന്നും നമ്മൾ കാണില്ല. വെള്ളം ഇങ്ങനെ ഇതിലൂടെ എങ്ങനെയാ? ഒറ്റപ്പല്ലിക്ക് കിട്ടില്ലെന്ന്. പല്ലിച്ചി നിന്റെ ഓന്തപ്പന. മറ്റേ പല്ലിശ്ശേരി. ഇതാണ് ജോസ് പല്ലിശ്ശേരി. അല്ല, പല്ലിച്ചി. നവീൻ പല്ലിച്ചി. തുപ്പിയില്ലേ? എനിക്കിത് വേണ്ട. ഓന്തപ്പൻ എവിടെ? ഓന്തച്ചൻ. ഒറ്റപ്പല്ലി. ഇവിടെ നിന്ന് കറക്റ്റ് എണ്ണാനൊക്കെ പഠിച്ചു തുടങ്ങിയതാ. എന്നെ നോക്കണണ്ടാ. അത് അങ്ങോട്ട് പോകുമ്പോ ചീർത്ത് വിളിക്കുന്ന അറിയാത്ത. പണിയോട്ട് ഇന്നെ പേടിപ്പിക്കല്ല. എന്നെ കാര്യം പറഞ്ഞ ഞാൻ നോക്കട്ടെ. ഞാൻ അടുത്ത വാല് പോകണ്ടോ? വാല് എല്ലാത്തിന്റെയും വാല്. ഇവിടുന്ന് അത് ഒരു പ്രാവശ്യം വീട് എടുക്കണ്ടേ. അത്ര ഭംഗി അവിടെ ഒന്ന് നിൽക്കുന്നത് കാണാം. അത് ആൾക്കാർക്ക് കാണാൻ പറ്റണില്ലേ? അത് എടുത്തു. ഹലോ, നിന്റെ ക്യാമറ കാട്ടി പെട്ടെന്ന് കാട്ടിയേ. എന്റെ ക്യാമറ ആവശ്യം നേരത്തെ അവള് റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവൾ തന്നെ കറക്റ്റ് തിരിച്ചേ. ഹലോ, എനിക്ക് ക്യാമറ എടുക്കാനായിട്ട് അതിന് അങ്ങനെയെങ്കിലും ഒരു കിട്ടണേ. അവസാനം മോൻ പറ്റും. രണ്ടാളും ബാൻഡ് സെറ്റിന്റെ BP ഞാൻ അതിന് കണ്ണ് കാണില്ല കേട്ടാ. ഞാൻ അതിന്റെ മോള് തട്ടിയിട്ട് അതിന്റെ മോളിൽ മോന്തിടിച്ച് ഇപ്പൊ വീഴും. കണ്ടതേ. തീറ്റിട്ട് കാല് പണ്ടാനെ പൊക്കി വെക്കാൻ പറ്റില്ലല്ലോ. ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് ഇവള് നടക്കുന്ന കാണാൻ. ആന വരണ പോലെ ഇങ്ങനെ ആടി ആടി മന്ദം. നീ കണ്ടിട്ടില്ലേ? ആന നടനത്തിന് എന്തൊരു പേര് പറയല്ലോ? ആനച്ചന്തല്ല. ആന നടക്കണേന് ഒരു പേര് പറയും. ആരെങ്കിലും അറിയിച്ചു? എന്റെ കാര്യമല്ല പറഞ്ഞേ.
ആന എടി ആന നടന്നു വരുന്നതിന് ആ നടത്തത്തിന്റെ ചന്തത്തിന് ഒരു പേരുണ്ട് ഉറപ്പായിട്ടുണ്ട്. ഗജ ആ ഗജ കണ്ട ആ ഗജ ഗജാടനെന്നോ ഗജനടനെന്നോ അങ്ങനെ എന്തോ സാധനം കണ്ട എനിക്കറിയാം. മോൻ അറിയായിരുന്ന ഗജാന്ന്? ഗജാന്നറിയാ, ഞാൻ അത് ആലോചിച്ചില്ല. അപ്പൊ ഞാൻ ആലോചിച്ചു. തറവാട്ടിലെ അമ്മമ്മ കേറി ഇരിക്കുന്നുണ്ട്. ഓ തറവാട്ടിലെ അമ്മമ്മ എന്താപ്പാ ഒരു നടപടി നോക്ക്. ലാസർ താഴെ നിക്കുന്നുണ്ട്. അമ്മമ്മ പിന്നെ ലാസർ ഇടിച്ചു കയറാൻ നോക്കി, നടന്നില്ല. ലാസർ ഇടിച്ചു കയറാൻ. ആ ലാസർ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. കൈ കൂട്ടിപ്പോയി എനിക്ക് കസാര കിട്ടണമേ കർത്താവേ. ഇന്നിപ്പോ നമ്മളെ വിസിറ്റ് ചെയ്യാൻ ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു കപ്പിള് വരുന്നുണ്ട്. അപ്പൊ അവർക്ക് ഞാൻ ഇന്നലെ നമ്മൾ മേടിച്ച ബീഫ് നമ്മുടെ മാനിറച്ചി ഷാജേട്ടനൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതെ ആ മാനിറച്ചി കൊണ്ട് നമുക്ക് ബർഗർ ഉണ്ടാക്കാം. ആ ബർഗറിന് നമുക്കൊരു മഷ്റൂം ഒരു സോസ് ഉണ്ടാക്കാം. മഷ്റൂം സോസിൻ്റെ കൂട്ടത്തിൽ മാൻ ബർഗർ സെർവ് ചെയ്യാം അല്ലേ. നമ്മൾ രാവിലെ ഞാനൊരു നാക്കിൻ്റെ പീസ് ബാക്കി ഇരുന്നിരുന്നില്ലേ, അതും കൂടി നമ്മൾ ഇവർക്ക് സെറ്റ് ആക്കുന്നുണ്ട്. അവർ കഴിക്കുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഐ എം ജസ്റ്റ് ഹീറ്റിംഗ് ഇറ്റ് അപ്പ് വരുന്നവർക്ക്. പിന്നെ നമ്മുടെ മഷ്റൂം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗോൾഡ് അത് മൊത്തം നിന്ന് നിൽക്കുന്നുണ്ട്. ഹലോ, ആ വെറുതെ നിൽക്കണ നേരം ആ ബട്ടർ എടുത്തിട്ട് അവിടെ വെച്ചോളെ. ബട്ടർ ഇത് കഴുകണ്ടേ? ആ കഴിക്കണ്ട, അവിടെ വെച്ചോ. എന്നാൽ കഴുകിട്ട് വെക്കുന്ന പറഞ്ഞ് നിൽക്കാന്നല്ലാണ്ട് ചെയ്യണില്ല. കറക്റ്റ് നീ അവിടെ നോക്കുമ്പോൾ ആ മ്യൂസിക് ഒരുമിച്ചാണ് എല്ലാം ഒതുക്കിട്ട് അങ്ങ് പോയുള്ളൂ ഞാൻ. എന്നെ കള്ളിയാണ് ഇവിടെ മൊത്തം. ഞാൻ വാക്യൂം ചെയ്ത് ഞാനല്ല ഇവിടെ എല്ലാം ഒതുക്കിയത്. ഒതുക്കാന്ന് മറിച്ചിട്ടാ മോനെ ഒതുക്കുമ്പോ മാത്രം അത് ഒതുക്കലാവും. നമ്മൾ ചെയ്യുമ്പോ പണിയൊന്നും പണിയല്ല. ഹലോ, ഇവരാണ് നമ്മളെ വിസിറ്റ് ചെയ്യാൻ ഓൾ ദ വേ ഫ്രം ഓസ്ട്രേലിയ. മലയാളികൾ ഞങ്ങൾ രണ്ടുപേരും, ഗോഡ്വിൻ ആൻഡ് റോസ്. ഇവര് ബ്രിസ്ബൻ ആണുള്ളത്. നാട്ടില് ആക്ച്വലി ഇവര് അങ്കമാലിയും മലയാറ്റൂര് അങ്കമാലിയാണ്. പക്ഷെ ഇവര് സെറ്റിൽഡ് ഇൻ ബാംഗ്ലൂർ ജനിച്ചു വളർന്ന മലയാളിയാണ്. എക്സാക്ട്ലി ഇപ്പൊ നമ്മളെ കാണാൻ ഓസ്ട്രേലിയയിൽ നിന്ന് ഒരുപാട് പേര് ഉണ്ട് കേട്ടോ. ഞാൻ ബിഗ് ടൈം ഫാനാണ്. ഞാൻ മാത്രമാണ് ആദ്യം ചേട്ടന്റെ ഫാൻ, പക്ഷെ പിള്ളേരുടെ ഞാനാണ് ആദ്യത്തെ ഫാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് നമുക്ക് ഫീമെയിൽ ഫാൻസ് കൂടി. 100%. ചേട്ടന്റെ എന്തെങ്കിലും ഡ്രിങ്കോ എന്തെങ്കിലും ഞങ്ങൾക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ തരാമോ? നമ്മുടെ ഡ്രിങ്കിന് പക്ഷെ പൈസ ചാർജ് ചെയ്യും. ആക്ച്വലി ഡ്രിങ്ക് യു ട്രൈ ഇറ്റ്സ് ഓക്കെ. ഞാൻ ആക്ച്വലി നിങ്ങൾക്ക് ബർഗർ ഇന്ന് ഇത് വെനിസൺ ബർഗറാണ്. ഓക്കെ. പിന്നെ ഇതൊരു മിസ്റ്ററി ബോക്സ് ആണ്. ഇത് ഇന്നലെ ആക്ച്വലി ഉണ്ടായിരുന്നു. നിങ്ങൾ ഇന്നലത്തെ വീഡിയോ ചിലപ്പോൾ മനസ്സിലാവും. ഇതുണ്ട് ഇവിടെ. പിന്നെ ദാറ്റ്സ് ഇറ്റ്. ഒരുപാട് ഐറ്റംസ് ഇല്ല. ആൻഡ് ട്രൈ ഇറ്റ് ഔട്ട് ആൻഡ് ലെറ്റ് മീ നോ. ഓക്കെ. ഇത് കഴിച്ചിട്ട് എന്താന്ന് പറയട്ടോ. മനസ്സിലാവില്ല. പെപ്പറിന്റെ നല്ല ഫ്ലേവർ ഉണ്ട്. മീറ്റ് ഏതാന്ന് മനസ്സിലായോ? വൈൽഡ് മീറ്റ് ആണോ? അല്ല, സ്റ്റോർ ബോട്ട് തന്നെയാ. വൈൽഡ് അല്ല. നോ ഐഡിയ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന. പിന്നെ ആ പാട്ടൊന്ന് ഓഫ് ചെയ്ത് അത് ബാക്ക്ഗ്രൗണ്ടിൽ ഓടിയ പണിയാ. ഒരു പ്ലേറ്റ് വേണം. തട്ടിപ്പുണ്ടോ? നല്ലതാണോ? ഓണസ്റ്റ്. പശുവിന്റെ നാക്കാണ് ഇത്. ഓക്കെ. പക്ഷെ നല്ല മീറ്റി ഫ്ലേവർ ഉണ്ട്. ആക്ച്വലി മസിലിന്റെ ടേസ്റ്റ്, ലൈക് സീ മസിലിന്റെ ടേസ്റ്റ്. അത് മാത്രമല്ല നമ്മുടെ എന്താ പറയാ, വൺ ഓഫ് ദ മോസ്റ്റ് ഫാറ്റിയസ്റ്റ് മീറ്റും ആണ്. അതാണ് അതിന് ആ ഒരു വാഗ്യൂന്റെ പോലത്തെ ടെക്സ്ചർ. വാഗ്യൂന്റെ പോലെ ആയിരിക്കില്ല, കുറച്ചും കൂടി ഒരു ടഫ് ആയിരിക്കും. കുറച്ചും കൂടി കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഇതായി വരും. പക്ഷെ ഈ ഫാറ്റ് പ്രൊഫൈൽ അങ്ങനെ ആയിരിക്കും. അപ്പൊ ഇനി എപ്പോഴെങ്കിലും മേടിച്ചിട്ട് കഴിക്കോ? 100%. ചേട്ടന്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ എന്റെ ഫാദർ ഇൻ ലോനെ എന്താ പറഞ്ഞത്, അവര് ഓസ്ട്രേലിയയിലുണ്ടാ വന്ന സമയത്ത് ഓയിസ്റ്റർ ട്രൈ ചെയ്യിപ്പിച്ചു. അപ്പൊക്ക് ഇഷ്ടപ്പെട്ടാണ്. എന്റെ വീഡിയോ ഉണ്ട് യൂട്യൂബിലും. പുള്ളി ഇടയ്ക്ക് വീഡിയോ ഒക്കെ വ്ളോഗിംഗ് ഒക്കെ ചെയ്യുന്ന പറഞ്ഞ ചെറിയ വീഡിയോസ്. എന്താ പേര്? ഗോഡി വ്ളോഗ്സ്. ഓക്കെ. ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. അല്ലല്ല, ഐ മീൻ നിങ്ങളുടെ റാൻഡം വന്നൊരു മെസ്സേജ് കണ്ടിട്ടാണ് ആക്ച്വലി റിപ്ലൈ ചെയ്തത്. ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. 100%. ഞാൻ ഇനി നോക്കാം. ബർഗർ തരാം. വെനിസൺ ബർഗർ. വെനിസണും കുറച്ച് വുഡി, ഐ മീൻ മഷ്റൂംസ്. വെനിസൺ ഒന്നും പറയില്ല.
deer meat ഒന്ന് പറയില്ല. It's really good. Yeah. Good. Soft, juicy. Yeah, amazing. Going good with the mushrooms ആണോ? Yeah, I love mushrooms. She started eating mushrooms recently. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ മഷ്റൂം എന്നെ കണ്ടവാനം ബ്ലോട്ട് ചെയ്യും. വൺ ഓഫ് ദ മോസ്റ്റ് ബ്ലോട്ടിങ് ചെയ്യുന്ന ഒരു എനിക്ക് തീരെ പറ്റില്ല. ഞാൻ പണ്ട് കഴിക്കില്ലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വൺ ഓഫ് ദ അതിന്റെ ഫ്ലേവർ ഭയങ്കര അടിപൊളിയാണ്. ചില ആൾക്ക് അതിന്റെ അത്രയും വുഡി ഇഷ്ടമല്ല. ഭയങ്കര വുഡിയാണല്ലോ, ഭയങ്കര ഫംഗി വുഡി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അൺഫോർച്ചുനേറ്റ്ലി ഒരു സ്പൂൺ പോലും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും ചിലപ്പോൾ കൊതി കാരണം ഇപ്പൊ ഞാൻ 2-3 എടുത്ത് കഴിച്ചു പോയി. ഐ ക്യാൻ ഓൾറെഡി സ്റ്റാർട്ട് ഫീലിംഗ് ഇറ്റ്. Good. ഇത് എങ്ങനെയാണ് ഈ മീറ്റിന്റെ ടെക്സ്ചേഴ്സ് ഇങ്ങനെ സോഫ്റ്റ് ആകാം? അല്ല, ഇത് ആക്ച്വലി ഇപ്പൊ ഞാൻ സാധാരണ ഇത് മേടിക്കലില്ല. ഞാൻ ഇതിപ്പോ ഇന്നലെ ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി മാമൻ തെറ്റി മേടിച്ചുകൊണ്ടാണ്. അപ്പൊ ഇത് ആക്ച്വലി നമ്മൾ ഒരിക്കലും ഓവർ കുക്ക് ചെയ്ത് ഇപ്പൊ അതിന്റെ ഉള്ളിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു റെഡ്നെസ് കാണാൻ പറ്റും. സോ നെവർ ഓവർ കുക്ക് വെനിസൺ. വെനിസൺ നമ്മൾ കുക്കായി കഴിഞ്ഞാൽ കഴിഞ്ഞു. കാരണം ഫാറ്റ് ഇല്ലാത്ത മീറ്റ് ആണ്. പിന്നെ മാത്രമല്ല, ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഒരു സ്പൂൺ ബട്ടറും കൂടി ഇട്ടിട്ട് ഇതിനെ ഒന്ന് ബേസ്റ്റ് ചെയ്തു. സോ ആ ഒരു ബട്ടറും കൂടി അതിന്റെ കൂട്ടത്തിലുണ്ട്. Then you have a little bit of a mushroom, parmesan cheese, and some sauces, and all together it goes. അല്ലാച്ചെങ്കിൽ വലിയ smoky barbecue sauce. ഇതിപ്പോ അല്ലാച്ചെങ്കിൽ നമുക്ക് വെനീസൺ ബർഗർ അടിപൊളിയല്ല. ഇനി വെനീസന്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്യാൻ പറ്റിയ സാധനമാണ് നമ്മുടെ പാവ്, ആബലോണി. നിങ്ങളുടെ ഓസ്ട്രേലിയ യു ക്യാൻ ബ്ലെൻഡ് ബോത്ത് ടുഗദർ ആൻഡ് മേക്ക് ബർഗർ. മിക്സിയിലിട്ട് ഇത് കഴിഞ്ഞിട്ടല്ലേ അടിച്ചിട്ട് അത് അടിപൊളിയാണ്. പക്ഷെ അവലോണി ഫിഷ് ചെയ്യുന്നത് ചില സ്ഥലങ്ങളിൽ ലീഗലാ, ചില സ്ഥലങ്ങളിൽ ലീഗലാണ്. ഞാൻ ഒരു വട്ടം പോയി എടുത്തായിരുന്നു, പക്ഷെ അത് ലീഗലായിട്ടുള്ള സ്ഥലത്തു നിന്നാണ്. പക്ഷെ ഞാൻ ഡൈവ് ചെയ്യുന്ന ഒരിക്കൽ പോയി എടുത്തായിരുന്നു. ആൻഡ് ആക്ച്വലി ഐ ക്യാൻ റിലേറ്റ്. ഓയിസ്റ്റർ മഷ്റൂംസ് ഒക്കെയും നമ്മൾ എന്താ പറയുക മിക്സിയിലിട്ട് അടിച്ചു കഴിയുമ്പോൾ തന്നെ ഒരു ടേസ്റ്റും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടേസ്റ്റാണ്. ഇറ്റ്സ് ഗുഡ്. ആക്ച്വലി എനിക്ക് രണ്ടിലും ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇന്നലെ ഷാജൻ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു ഇത് പശുവിന്റെ നാക്കാണെന്ന് നമുക്ക് പുള്ളി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോ നാട്ടിൽ പോയിട്ട് എന്താണെങ്കിലും മേടിച്ചിട്ട് ഉണ്ടാക്കണം ആ ഒരു പേടി മാറിയിട്ടാ പോയി. നാട്ടിലത് വിൽക്കാൻ വേണ്ടി അവിടെ വലിയ പാടാ. കിട്ടാത്ത വേറെ ഒന്നല്ല, അവര് തന്നെ എടുക്കും. അടിപൊളി. താങ്ക് യു. സോ എന്താണ് ടോട്ടൽ ഒരു ഫീഡ്ബാക്ക്? ഹൗ ഡു യു ഫീൽ? ഫുഡ് വാസ് അമേസിംഗ്. മോർ ദാൻ ഫുഡ്, ചേട്ടൻ അടിപൊളിയാണ്. ചേട്ടനും ചേച്ചിയും അടിപൊളിയാണ്. അല്ല, ചേച്ചി അവിടെ നിന്ന് ഇടിച്ചാലോ? എനിക്ക് കൊള്ളില്ല. പക്ഷെ ഞങ്ങൾ ആക്ച്വലി വിചാരിച്ചത് നമുക്ക് പുറത്തെവിടെയെങ്കിലും കാച്ചപ്പ് ചെയ്യാന്നായിരുന്നു. ബട്ട് യു ഇൻവൈറ്റഡ് us home. Thanks a lot. ഇവിടെ മെജോറിറ്റി വന്നാലും നമ്മൾ പരമാവധി എല്ലാവരും അക്കോമഡേറ്റ് ചെയ്യാറുണ്ട് ടൈം ഒക്കെ നോക്കിയിട്ട്. പിന്നെ ഇന്നിപ്പോ മൺഡേ ഈ ഒരു സമയം കാരണം നമുക്ക് കുറച്ചുകൂടി ഫുഡൊക്കെ കഴിച്ച് വീക്കെൻഡ്സ് ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ടൈം സ്പെൻഡ് ചെയ്യാം. എന്റെ വയറ് ഫുള്ളായി. പുതിയ പുതിയ സാധനങ്ങളൊക്കെയാണ്. ആക്ച്വലി പുതിയ സാധനങ്ങളായിരുന്നു. പശുവിന്റെ നാവ്, പിന്നെ എന്നിട്ട് വേണ്ട വെനിസൺ മീറ്റ് ആക്ച്വലി നിനക്ക് പുതിയതായിരുന്നില്ലേ? പുതിയതായിരുന്നു. എനിക്ക് മാനിറച്ചി മുമ്പ് അയച്ചിട്ടുണ്ട്. പക്ഷെ പശുവിന്റെ നാക്ക് ഐ തിങ്ക് ഡംപ്ലിങ്സിൽ കഴിച്ചിട്ടുണ്ട്. ബട്ട് ഈ ഫ്ലേവറിൽ കഴിച്ചിട്ടില്ല. ഡംപ്ലിങ്സിൽ അത് പിന്നെ മിക്സ് ചെയ്തിട്ട് ഷ്രെഡ് ചെയ്തിട്ട് അവർ ചെയ്യുന്നു. എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്. എല്ലാരും എനിക്കോടെ നിങ്ങളെ കാണുമ്പോൾ എന്നെ ആദ്യം കണ്ട സമയത്ത് she said that ഞാൻ ടെഡി ബിയർ പോലെയാണ്. So she can cuddle. So അത് അവളവിടെ വീണതാ. അപ്പൊ താങ്ക് യു വെരി മച്ച് ഫോർ വിസിറ്റിംഗ് us. ബ്യൂട്ടിഫുൾ. നമ്മുടെ പുള്ളി ആക്ച്വലി വിസ്കി ലവർ ആണ്. ഇന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടൈപ്പ് ഓഫ് റം കഴിക്കണേ. പുള്ളിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി എന്തെങ്കിലും നിങ്ങൾ ഒരു റം ഫാൻ ആയി മാറുകയാണെന്നെങ്കിൽ എനിക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യണമെന്ന്. ഞാൻ ഓൾറെഡി റം ഫാൻ ആയി. ബിക്കോസ് യുവർ റം ഇസ് ക്വാളിറ്റി വൈസ് ഇറ്റ്സ് അമേസിംഗ്. ബ്യൂട്ടിഫുൾ. താങ്ക് യു. താങ്ക് യു. അപ്പൊ നമ്മുടെ ഡെയിലി വ്ളോഗിൽ വന്നാലും പുള്ളി ഒരു വ്ളോഗർ ആണെന്നാണ് പറഞ്ഞ വീഡിയോസ് ഞാൻ നോക്കിയിട്ടില്ല ഇതുവരെ. അഗൈൻ സോ പ്ലീസ് ചെക്ക് ഇറ്റ് ഔട്ട്. ചെറിയ വ്ളോഗ്, ഗോഡി വ്ളോഗ്സ്, ചെറിയ വ്ളോഗ് ഇൻസ്റ്റാഗ്രാമിൽ. താങ്ക് യു വെരി മച്ച്. അപ്പോൾ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തോടെ കാണാൻ പറ്റുമായിരിക്കും. ബൈ ഫോർ നോ. ബൈ ബൈ. ഞാൻ മോർ ഫണ്ണാന്ന് ഇപ്പൊ വന്നവരെല്ലാം പറയണ കേട്ടില്ലേ? ഇവളുടെ മുഖത്ത് നോക്കിയിട്ട് ആ പുള്ളി പറഞ്ഞേ വന്ന പുള്ളി ആദ്യമായിട്ടാണ് ഇവളുടെ മുഖത്ത് നോക്കിയിട്ട് ഒരു ആണ് ഇങ്ങനെ കമന്റ് പറഞ്ഞ ചേച്ചിനെ വീഡിയോയിൽ കാണുന്ന പോലെയല്ല യു ലുക്ക് മോർ പ്രെറ്റിന്ന്. പക്ഷെ അപ്പോഴേക്ക് നമ്മൾ ക്യാമറ ഓഫ് ചെയ്തായിരുന്നു. ഞാൻ പറഞ്ഞു താങ്ക് യു ഫോർ ദാറ്റ്. ഞാൻ അങ്ങനെ നല്ല പെൺകുട്ടികളെന്നെ ആൺകുട്ടികളെയൊക്കെ കണ്ട യു അല്ല ഹാൻഡ്സം എന്നൊക്കെ പറയുന്ന ഒരാളാട്ടാ. അതെനിക്ക് ആദ്യമായിട്ടാണ് ഗോൾഡ് ലെയർ എടുത്ത്
മോൻ എന്നും ആഗ്രഹിക്കാറുണ്ട് ഒരാളെന്നോട് പറഞ്ഞെങ്കിലും. ഞാൻ നിന്നോട് പറയാറില്ല മുത്തേ, ഇല്ലടേ ഇവര് സാക്ഷി അത് പറയരുത് കേട്ടോ. നീ മാത്രല്ല ഇന്ന് നീ ഇന്ന് ജോർജ് ചേട്ടനാണ്.